അപ്പൊ നമ്മളിത് ഇത്രയും മേളിലെത്തിട്ടോ. ഇത്ര അടുത്ത് കൂടെ ഫോഗല്ലേ ഈ പോണത്. ടെന്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ എവിടെ പോയിട്ടുണ്ടോ അവിടെ ഞങ്ങൾ ഹാപ്പി. സെറ്റല്ലേ? ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും? ട്രിപ്പൊക്കെ പോകണല്ലേ? അപ്പം ഇന്ന് വീക്കെൻഡ് ആയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് ആലോചിച്ചു എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് എന്താണ്. അവസാനം അങ്ങനെ തങ്ങൾപ്പാറ കയറാമെന്ന് വിചാരിച്ചു. പിന്നെന്താ വേറെ പ്ലാന്? ഇതൊക്കെ ഏത് വഴിയാണെന്ന് ഐഡിയ ഒന്നുമില്ല. ഗൂഗിൾ മാപ്പ് പറയണോടത്ത് കൂടെ നമ്മൾ ഇങ്ങനെ പോകും. മെയിൻ എന്താ വെച്ചാൽ തിരക്കില്ല. ഞങ്ങൾക്ക് രാവിലെ ഉച്ചയായതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷെ വെയിലുണ്ടാവും, പക്ഷെ തിരക്ക് ഭയങ്കര കുറവാണ്. അങ്ങനെ നമ്മൾ കുറേ ഇടവഴികളും ഒക്കെ ചാടി കഴിഞ്ഞ് പാലാ തൊടുപുഴ റോഡ് എത്തിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല റോഡാട്ടോ, അടിപൊളി റോഡ്. ഇനി 1.25 മണിക്കൂർ, ഇനി ഒരു 43 കിലോമീറ്റർ ഉള്ളൂ. കുഴപ്പമില്ല. തങ്ങൾപ്പാറ കയറാൻ പറ്റില്ലേ എന്നുള്ളതാണ്. അത് നോക്കാം, അവിടെ നോക്കാം നമ്മളെങ്ങനെയാണെങ്കിലും പോകും. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത് ഈരാറ്റുപേട്ട. റൈറ്റ് പോയി കഴിഞ്ഞാൽ പാല. ഇനി ഒരു 36 കിലോമീറ്ററും കൂടെ എത്തിക്കഴിഞ്ഞാൽ 36 കിലോമീറ്ററും കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും. ഈ റോഡ് കുഴപ്പമില്ല കേട്ടോ, ഇത് കുറച്ച് നല്ല റോഡാണ്. നമ്മൾ ഈരാറ്റുപേട്ട ടൗണിലോട്ട് പോകണ്ട, അവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്തരുതേ. നമ്മളിപ്പോ അത് കഴിഞ്ഞ് അല്ല, അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇപ്പൊ ഈ റൈറ്റ് കയറിയിട്ട് നേരെ വാഗമൺ റൂട്ടാണ്. ഇവിടുന്ന് ഇനിയൊരു 25 കിലോമീറ്റർ. തിരക്കുണ്ട് കേട്ടോ, അത്ര ഫ്രീ അല്ല റോഡ്. ഒരുപാട് റഷില്ല, പക്ഷെ ഇങ്ങനെ ഇന്ത്യകൾ മുന്നിൽ വരുമ്പോ നെല്ലില് പോകുള്ളൂ. പിന്നെ ചെറിയ വഴിയാണ്, നമുക്ക് ലെഫ്റ്റ് ആണ് നടന്നത്. ഇതേ കാണണോ വാഗമൺ? ഈ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് ആക്ച്വലി ഒരു സമാധാനമായിരുന്നു, ഒരു ഫീല് വന്നത്. ശരിയാണ്, വാഗമണ്ണാണ്. കുറേ കറങ്ങി കറങ്ങി കറങ്ങി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. വരുന്ന വഴിയൊക്കെ പുതിയ വഴിയാണ്, പിന്നെ നല്ല റോഡ്. ഇനിയോ എനിക്ക് തോന്നുന്നത് നമ്മള് ഡയറക്റ്റ് തങ്ങൾപ്പാറയാണ്, തങ്ങൾപ്പാറയ്ക്കാണ് നമ്മൾ മാപ്പ് ഇട്ടത്. മേ ബി അതുകൊണ്ടായിരിക്കണം ഈ വഴി കൂടെ കൊടുത്തത് തോന്നുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മളെ പുള്ളിക്കാനം വഴി നേരെ അങ്ങനെയാണ് എളുപ്പം, അതുകൂടെയാണ് കാണിക്കുക. അല്ല, അവരുടെ അവിടെ വണ്ടി ഓഫ്. അത് ശരിയാ. ആള് ലൈസൻസ് എടുക്കാനുള്ള ഇതിലാണ്, ക്ലാസ്സിനൊക്കെ പോയിട്ടുള്ളതിന്റെ ആണ്. ചുരം കയറാൻ തുടങ്ങിട്ടോ, ചെറിയ രീതിയിൽ. ഫുള്ള് കാടൊന്നല്ല, കുറെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല വളവും തിരിവും. പിന്നെ അങ്ങോട്ട് അടിപൊളിയാവെന്ന് വിചാരിക്കാം. എന്താ അവിടെ ഇത് നമ്മള് കാഞ്ഞാറ് വാഗമണ്ണ് റൂട്ടിനെ വെച്ചിട്ട് റോഡ് അടിപൊളിയാണ്, വീതി ഉണ്ട്, നല്ല ചുരണ്ട്. ഇവൾക്ക് കുറച്ച് ചുരം സിക്നസ്. ഇത് കയറാൻ വലിയ കുഴപ്പമില്ല, ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോ ചിലർക്ക്. വരുമ്പോ നമുക്ക് വേറെ വഴി വരാം. ഇത് അടിപൊളി വ്യൂ ഒക്കെ തുടങ്ങിയല്ലോ, നല്ല നല്ല വ്യൂസ് ഒക്കെ തുടങ്ങി. ഇപ്പോഴാണ് ഒന്ന് രസമായത്. ഇതുവരെ നമ്മളിങ്ങനെ വളഞ്ഞ വഴിപ്പെടെ അവിടെ ഇതൊക്കെ പോയിട്ട് ഇപ്പൊ ഒരു മൂടായി. ഇനി ഒരു 18 കിലോമീറ്ററും കൂടെ ഉള്ളൂ വാഗമണ്ണിക്ക്. അതായിരിക്കും ഈ ചുരമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുരിശുമല വഴിയാ പോകുന്നത്. കുരിശുമലക്ക് ഇനി എത്ര പറയണ്ടോ? 14 കിലോമീറ്റർ. വലിയ കൊക്കയാണ്. നമ്മള് കയറി അത്യാവശ്യം നല്ല മേളിലെത്തിട്ടോ. വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വീടുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. റോഡിന്റെ വീതി കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി ഇങ്ങോട്ട് ഉണ്ട് മേലേക്ക്. ഇനി ഒരു 13 കിലോമീറ്ററും കൂടെ. ഇഷ്ടമായോ?
തിരക്ക് കുറവാട്ടോ, ഇവിടെ തിരക്ക് കുറവാ. ഞാൻ അവിടെ എത്തുമ്പോ എന്താന്നറിയില്ല. ഇവിടെ ആരും ഇല്ല. ശരിക്കും സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ, സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ? വെക്കേഷന്റെ എന്താ അറിയില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ, അതായിരിക്കും. ചെറിയ ഹോം സ്റ്റേ കണ്ടിട്ടോ, ഫുള്ളി അങ്ങ് ഉണങ്ങിയിട്ടില്ല ഹോം സ്റ്റേ ഇവിടെ. അവിടെ താഴെ. ഇവിടുത്തെ ക്ലൈമറ്റ് എന്താ അവസ്ഥ നോക്കട്ടെ, ഗ്ലാസ് ഒന്ന് തുറന്നു നോക്കട്ടെ. ആഹാ, ഭയങ്കര ചൂട്. ശരിക്കും നല്ല രസമുണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാന്. ഒരു ട്രാവലിംഗ് ഒരു ഫീൽ തന്നെയാണ് അല്ലേ? നമ്മള് പ്രത്യേകിച്ച് ആ സിസ്റ്റത്തിന്റെ മുന്നിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, അതിനൊക്കെ വിട്ടുപിടിച്ച് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോയി. അതെ, തിരിച്ച് വരാൻ തോന്നില്ല. ഇവിടുന്ന് കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷൻ, അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ, അങ്ങനെ പോവുകയാണെങ്കിൽ കളറാണ്. പോണം, ഒരുപാട് റോഡ് ട്രിപ്സ് പോകണം. ആദ്യം അടുത്തുള്ളതൊക്കെ കവർ ചെയ്ത് മെല്ലെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകണം. ഇപ്പൊ വാഗമണിൽ തന്നെ നമ്മള് 3ാമത്തെ വട്ടം വരുന്നത്. ഇനിയും കാണാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. വരാട്ടുമേട്, പുൽപ്പുണ്ണിക്ക് നമുക്ക് എങ്ങനെയും പോണമെന്നുണ്ട്. അവിടേക്ക് നമ്മളുടെ ഇത് 4x4 ആണ് കയറുന്നത്. 4x4 കയറുന്ന പോലെ നമ്മളുടെ വണ്ടി കയറുമെന്ന് അറിയില്ല, പറ്റീച്ചൊന്ന് നോക്കി നോക്കണം. ഈ ഓപ്പോസിറ്റ് താറ് വരുമ്പോ ഒരു ഫീലാട്ടോ. ഓപ്പോസിറ്റ് താറ് വരുമ്പോ ഭയങ്കര ഫീലാണ്. നമുക്കൊരു എന്തോ ഉള്ളിലൊരു സാധനം, അത് താറിനോടത്തുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. വേറെ ഞങ്ങള് കിഡ്നി പോകുമ്പോഴില്ലേ താറ് കാണുമ്പോ ഇതേ ഫീലാ. ഇപ്പൊ താറിലിരിക്കുമ്പോഴും ഓപ്പോസിറ്റ് താറ്. ഏറ്റവും ഹാപ്പി എന്താ വെച്ചാ അന്ന് ആഗ്രഹിച്ച ഡ്രീം കണ്ട് പറഞ്ഞ വണ്ടിയിലല്ലേ ഞങ്ങളിപ്പോ ഈ പോണതെന്ന് ആലോചിക്കുമ്പോ എന്തോ ഫീല്. അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഇത് വണ്ടി എന്നല്ല, ഏതൊരു കാര്യമാണെങ്കിലും ഡ്രീം കണ്ടിട്ട് അത് അച്ചീവ് ചെയ്തിട്ട് അതില് പിന്നെ കൊണ്ട് നടക്കാൻ പറ്റുമ്പോ ഒരു ഫീൽ ഉണ്ടായിരിക്കും. ഇവിടെ നല്ല വ്യൂ ആണല്ലോ, അടിപൊളി വ്യൂ ആണല്ലോ. അത് ഭയങ്കര മേളിലല്ലേ, അടിപൊളി വ്യൂസ് വന്നു തുടങ്ങി. ലെഫ്റ്റ് സൈഡ് ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആട്ടോ, എന്ത് ഭംഗിയാ കാണാൻ. നമ്മൾ അത്യാവശ്യം നല്ല മേളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മൾ ഈ റൂട്ട് കൂടെ വന്നത് നന്നായില്ലേ? എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കഴിഞ്ഞ വർഷം വന്നത് ഇഷ്ടമായത്. അത് പെട്ടെന്ന് അങ്ങ് എത്തും. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഈ ഒരു ഏരിയ ഓക്കെ, പക്ഷെ ഇത്ര നേരം ഒരു 1 hour നമ്മൾ വെറുതെ പോകണം പോലെ ഉണ്ട്. നമ്മളൊരു കിടിലം വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതട്ടോ. അടിപൊളി വ്യൂ പോയിന്റ്, ഒരു രക്ഷയില്ല. കാണിച്ചു തരാം. ഇതേ ആ കാണുന്നത് കൂടെയാണ് പോകേണ്ടത്, അത്ര ഹൈറ്റിന് കയറാണ്ട്. ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നില്ല, നമുക്ക് അങ്ങ് എത്തണ്ടേ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ. നമ്മളിതേ ഇത്രയും മേളിലെത്തിയിട്ടോ. നമ്മൾ നേരത്തെ അവിടെ ആയിരുന്നു, ഇപ്പം അവിടുന്ന് ഇങ്ങനെ കയറി ഇതിൽ കൂടെ വന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഡേ നമ്മുടെ ചെക്കൻ പാറൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മളങ്ങനെ കുരിശുമലെത്തി. റൈറ്റ് സൈഡിലാണ് തോന്നുന്നു അങ്ങനെ കയറുന്ന സ്ഥലം. അവിടെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം കേട്ടോ ഈ റൂട്ട് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല റൂട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇലവിഴപ്പുഞ്ചിറ വന്നപ്പോ ഒരു റോഡ് കണ്ടില്ലേ താഴേക്കൊക്കെ, അതേപോലത്തെ റോഡ്. ഇതൊക്കെ നല്ലൊരു സ്റ്റീപ്പ് കേട്ടോ, ശ്രദ്ധിച്ച് വരണം, ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. അടിപൊളി. നോക്ക്, മഞ്ഞിറങ്ങുന്ന ആ ഒരു ചെരിവ് കാണാൻ നല്ല ഭംഗിയില്ലേ? എല്ലാം അടിപൊളി ഫ്രെയിമാണല്ലോ, അടിപൊളി. നല്ല രസം കേട്ടോ ഇങ്ങനെ പോവാൻ. ഭയങ്കര ഹാപ്പി. ഈ വ്യൂ കിട്ടുമ്പോ തന്നെ എന്താ മൈൻഡ്. ഇവിടുന്ന് എന്തോ ഒരു നല്ലൊരു വ്യൂ ഉണ്ട്. അങ്ങോട്ട് പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നില്ലേ, ഗേറ്റ് വെച്ചിട്ടുണ്ട്. തേയില ടീ പ്ലാന്റേഷൻ. യെസ്, ടീ പ്ലാന്റേഷൻ. എനിക്ക് അവിടുന്ന് കാണുമ്പോഴേ തോന്നിയത് അതൊരു വികാരമാണ്. ഇവിടെ ആരുമില്ല, ഭയങ്കര അതാണോ നീ എന്താ അറിയില്ല, ആരും കാണല്ല. വേഗമണിക്ക് ആരും വരുന്നില്ലേ? ഇനി അതോ ടൗണിൽ ചെന്നാലാണോ തിരക്ക് എന്നറിയില്ല. എന്തായാലും നമുക്ക് പോയേക്കാം. ചെറുതായിട്ടൊരു ഓഫ് റോഡ്.
ഇത് വെള്ളം പോണ വഴിയാ. മഴക്കാലത്ത് വന്ന ഇത് കൂടെ വാട്ടർ ക്രോസിംഗ് ആയിരിക്കും. ഇത് എന്ത് വഴിയാ? നല്ല രസമുണ്ട്. മൊത്തം കാട്. ഇതപ്പോ റൂട്ട് എന്ന് പറയുന്നത് കുരിശുമല വഴി തങ്ങൾപ്പാറയാണ് കേട്ടോ. ഈരാറ്റുപേട്ട കുരിശുമല തങ്ങൾപ്പാറ. റോഡ് ഭയങ്കര സുഖമായാലോ. പക്ഷെ ബൈക്കിലൊക്കെ വരുമ്പോൾ അടിപൊളി ഇരിക്കട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റിലോട്ട്. എന്തായാലും പോയി നോക്കാം. അല്ല, വഴി തെറ്റിയോ? കാണുന്നില്ല. അയ്യോ, തെറ്റി. അടിപൊളി. തിരിക്കാനും സ്ഥലമില്ല. അല്ലല്ല, 290 മീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റ് എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ വഴി കാണിക്കുന്നില്ലല്ലോ. റൈറ്റ് അല്ല, ലെഫ്റ്റ്. ഇത് ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്ത വഴിയോ? അയ്യോ, നമ്മള് വഴി തെറ്റുമെന്ന് അറിയില്ല. ഗൂഗിൾ മാപ്പിൽ വഴി കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ റോഡിലേക്ക് എത്തിച്ചേരുമായിരിക്കും. നമുക്ക് എന്തായാലും പോയേക്കാട്ടോ. മിക്കവാറും ഒരു ഡിഫറെന്റ് വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ഒന്നും എന്റെ പൊന്നേ. കൂടെ ചേട്ടൻ്റെ ഒരു വരവ്. ആള് പുലിയാണ്. പുള്ളി സ്ഥിരം പോണ വഴിയാ. ആ, ഇപ്പൊ അത് കാണുന്നുണ്ടല്ലേ. പക്ഷെ ആ വഴിക്ക് ആ വഴിക്ക് എത്താം. 130 മീറ്ററിൽ റൈറ്റ് എടുക്കാം. ഓക്കെ, ഇതാ ഇവിടെ എന്താ കാണുന്നുണ്ടല്ലോ. ആ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അതാ തങ്ങൾപ്പാറ. എനിക്ക് മനസ്സിലായില്ല. അത് ഈ വഴി കേറ്. മേലേക്കാ? അല്ല, ഇത് നേരെ അങ്ങനെയല്ലേ? ഇത് നോക്ക്, കാണിക്കുന്നത് യൂട്ടേൺ എടുത്ത് വരാനാ. നമുക്ക് മേലേക്ക് പോയേക്കല്ലേ? അതോ വന്ന വഴി തിരിച്ചു പോയിട്ട് അങ്ങനെ പോണോ? ഒരു ഐഡിയ ഇല്ല. അവിടെയാണ് തങ്ങൾപ്പാറ. ആരെടുത്ത് ചോദിക്കാം. അത് വഴി ഉണ്ടോ അങ്ങോട്ട്? ഇതങ്ങനെ മേലേക്ക് എത്തുണ്ടാവും. അടിപൊളി, നല്ല ഓഫ് റോഡാണ്. ഹെവിയൊന്നുമല്ല, പക്ഷെ സാധാരണ വഴിയൊക്കെ പോവാം. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് വേണമെന്നുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ അതല്ല വിഷയം. ഏത് കൂടെ പോയാലാണ് അടിപൊളി റോഡ് കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓഫ് റോഡാണ്. കണ്ടില്ലേ? നമുക്ക് ഇന്നോവ ക്രിസ്റ്റയ്ക്കൊക്കെ കയറി പോവാം. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ കയറി പോവാട്ടോ. ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട്. അവരുടെ അങ്ങനത്തെ വണ്ടിക്കൊക്കെ പോവാം, അങ്ങനത്തെ കാറുകൾക്കൊക്കെ പോവാം, സ്വിഫ്റ്റിനൊക്കെ. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്തിരി വേണം. ഇല്ലെങ്കിൽ അടി തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. വലിയ വലിയ കല്ലൊക്കെയാണ്. ഫൈനലി നമ്മൾ റോഡ് കണ്ടു ഗായ്സ്. ഇനി നമുക്ക് കത്തിക്കാം. അവിടെയൊക്കെ ഫുൾ കോടയാണ് കേട്ടോ. ആ സൈഡൊക്കെ റൈറ്റ് സൈഡ് നല്ല താഴ്വരയാണ്. തങ്ങൾപ്പാറയൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടുന്ന് നോക്കിയാൽ തങ്ങൾപ്പാറയെ തോന്നുന്നുണ്ട്, കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയേക്കാം. വാ വാ വാ. വിട്ടോ വിട്ടോ, ഞാൻ വരാം. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടില്ല ഇങ്ങനത്തെ റോഡ് കൂടെ. കുഴപ്പമില്ല, വാ വാ. ഓഫായി ഓഫായി. എടുത്തോ. അടിപൊളി. നമുക്ക് പറ്റിച്ച ടെൻസ്റ്റ് നോക്കാം. ഇവിടെ നമുക്കൊന്ന് സൈഡാക്കാം. നമ്മളങ്ങനെ ഇവിടെ ഒരു അടിപൊളി ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ പുറകിൽ കാണുന്നതാണ് തങ്ങൾപ്പാറ. കോട വരുന്നുണ്ടോ? പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ തങ്ങൾപ്പാറ ഇതിൽ കാണിച്ച ലൊക്കേഷനിൽ അവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. നമ്മളന്ന് മെഡോസ് ആ മൊട്ടക്കുന്നൊക്കെ അല്ലേ, അവിടെ നിന്നാണ് പോവാറ്. പക്ഷെ ഇത് നമ്മൾ ആകെ കറങ്ങിപ്പോയി. ഇതിന്റെ ബാക്ക് സൈഡ് ആയി പോയി. അപ്പുറത്താണ് തങ്ങൾപ്പാറ എൻട്രി ഉള്ളത്. ഇവിടെ ചെറിയൊരു വഴി കാണുന്നുണ്ട്. അങ്ങനെ വ്യൂ പോയിന്റ് നമുക്ക് കയറി വെക്കാം. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നല്ല കോടയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടെ വേണം പോവാൻ. ആ മേളിൽ നല്ല കോട വരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, നമ്മളൊന്നും മിസ് ചെയ്യരുത് അല്ലേ? വരുന്ന നോക്കട്ടോ. ട്രക്കിംഗ് പോൾ എടുത്തില്ല. എടുക്കണോ? ആവശ്യമില്ല.
ട്രക്കിംഗ് ബോളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഇത് കൂടെ എല്ലാവരും കൂളായിട്ട് കയറിപ്പോകും. നമ്മളെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡംബരമാവും. വ്യൂ പോയിന്റ് ചെരുപ്പ് ഒരുത്തി പോകുന്നുണ്ട്. ഓ പിന്നെ എൻ്റെ പിന്നെ ടെക്കാത്തണത്തെ ഷൂ ആണല്ലോ. അടിയൊക്കെ മറ്റേ ടൈല് പോലെ ആയിട്ടുണ്ട്. അയ്യോ അയ്യോ ആ നന്നായിട്ട് പിടിക്കും. നീ എന്നെ പിടിക്കുമ്പോൾ ഞാനും പോകുന്നുണ്ട്. ഇവിടുള്ള വ്യൂ സൂപ്പറാ. നമ്മുടെ ചെക്കൻ ദൂരെ നിൽക്കുന്നുണ്ട്. ഇനിയുണ്ട് കുറച്ചും കൂടെ. ഇതേ ആൾക്കാർ പോകുന്നുണ്ടോ? അങ്ങോട്ടാണ് പോകുന്നത്. ഓ അടിപൊളി. വന്നത് അടിപൊളി. ഞങ്ങൾ എവിടെ പോയിട്ടുണ്ടോ അവിടെ ഞങ്ങൾ ഹാപ്പി. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇനി മൂന്നാർ പോകണം. ഇവിടെ ഭയങ്കര ചൂടാകുമെന്നൊക്കെയായിട്ട് വിചാരിച്ചത്. പക്ഷേ ഓവർ തണുപ്പൊന്നുമില്ല, ചൂടില്ല. ഒരു തണുത്ത കാറ്റിങ്ങനെ ഇവിടെ നിന്നൊക്കെയോ വീശുന്നുണ്ട്. അടിപൊളി. എന്ത് രസറിയോ. നെക്സ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ഓപ്പോസിറ്റ് ഉള്ളത്. അത് എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടുന്ന് അങ്ങനെ വ്യൂ പോയിന്റാ. അങ്ങനെ ഇറക്കമാണ്. എവിടെയൊക്കെ ആൾക്കാർ കളിക്കുന്നുണ്ടല്ലേ. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ ആ ഒരു സൺലൈറ്റ്. നല്ല നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കട്ടോ. നല്ല രസമുണ്ട്. ക്രൗഡില്ല, കുറച്ച് ആൾക്കാർ മാത്രം. ഇന്ന് വന്നത് നന്നായി. പുള്ളിക്കാരൻ വന്നത് സൂപ്പറായി. ഇന്ന് വന്നത് സൂപ്പറായി. അടിപൊളി. ഇനി നമുക്ക് അപ്പുറത്ത് നേരത്തെ കാണിച്ചു തന്നില്ല ആ ടെന്റ് ഉണ്ട്. അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ്. പേരെന്താ? നമുക്ക് അവിടെ നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെയും നമുക്ക് ഷൂട്ട് ചെയ്യാം. അവിടെ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് നേരത്തെ പറഞ്ഞ ആ പ്രോപ്പർട്ടി. നമുക്ക് അവിടെ ചോദിക്കാം. നമ്മളെ ചെക്കൻ തേ നിൽക്കുന്നു. ആ പട്ടിയോട് മൂത്രയ്ക്കാനായിരിക്കും. ഇതിൻ്റെ ഓഫീസ് അവിടെ വരുന്നേ. അല്ല വണ്ടിയിൽ പോവാം. 1500 എവിടെ ഇട്ട മീൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും പിച്ച് ചെയ്യാം. എങ്ങനെ? നമ്മൾ നോർമലി ഇത്തിരി സ്ലോപ്പുള്ളിടത്തൊക്കെയാണ് നിങ്ങൾക്ക് കിടക്കാനൊക്കെ ഇത്തിരി പാടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫിക്സ് ചെയ്ത് തരാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോർമലി ഈ സൈഡിലാണ് ചെയ്യാറ്. അപ്പോൾ അതെ നമ്മൾ നേരത്തെ കണ്ട പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞേ. അപ്പോൾ ഇവിടെയൊക്കെ പിച്ച് ചെയ്ത് തരും. നമുക്ക് എവിടെ വേണമെങ്കിലും പിച്ച് ചെയ്ത് തരാം. പക്ഷേ നീ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് സ്ലോപ്പ് ആവുകൊണ്ട് കിടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഭയങ്കര കാറ്റുണ്ടാവും പറഞ്ഞു. ഇത് കിട്ടിലും പ്രോപ്പർട്ടിയുടെ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ സൺസെറ്റ് ആണെങ്കിലും ഇപ്പോൾ മോർണിംഗ് ഒക്കെ നോക്കുമ്പോഴുള്ള വ്യൂ പൊളിയായിരിക്കും. പിന്നെ എന്തേ ഇതൊക്കെ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യും. പിന്നെ ഇവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റേറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം ഒന്നൊക്കെ സെറ്റ് ആക്കട്ടെ കേട്ടോ. ഇത് ക്യാരോണാണ്. ഇത് നമുക്ക് ഡോർമെറ്ററി പോലെയാണ് വരുന്നത്. 8 പേർക്ക് താമസിക്കാം. ഓക്കെ. പിന്നെ അത് വരുന്നത് ഇതൊരു എ ഫ്രെയിമാണ്. അത് നമുക്ക് കപ്പിൾസിനാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഒരു ഫാമിലി റൂമുണ്ട്. അത് 4 പേർക്ക് 6500. ഓക്കെ. ടോട്ടൽ അപ്പോൾ എത്ര പേർക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യും? നമുക്ക് ടെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40 ടെൻറ്റോളം ഉണ്ട്. ശരി. അടിപൊളി. 100 പേരൊക്കെ വരെ അക്കോമഡേറ്റ് ചെയ്യാം. ശരി. ഇവിടെ ചെയ്തൂടെ? അതിലെങ്ങനെ ബെഡ് ഉണ്ടാവില്ലേ? ഇവിടെ ചെയ്താലോ? അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്ത് ടെൻറ്റിൻ്റെ പ്ലേസ് ഫിക്സ് ചെയ്തു. ഞങ്ങൾ ആക്ച്വലി കുറേ കാലമായി ടെൻറ്റ് വാങ്ങുന്നുണ്ട്. വീഡിയോസൊക്കെ വരും. പക്ഷെ അതിന് മുന്നേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതാണെങ്കിൽ ഒരു കിട്ടിലും പ്രോപ്പർട്ടി. വ്യൂ ഒന്നും ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വ്യൂ കിട്ടി. ഇനി നമുക്ക് നമ്മളുടെ ചെക്കനെ വിളിക്കണം. പുറത്താണ് എത്തിക്കുന്നത്. അപ്പോൾ പുള്ളി ഗേറ്റ് തുറന്നിട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെക്കനെ വിളിക്കണം. പിന്നെ ഫുൾ കോമ്പൗണ്ട് മൊത്തം വേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഫുൾ സേഫാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ചെക്കനെ വിളിക്കിടാം. ചാണകം. ഇതാണ് പ്രോപ്പർട്ടി. ശരിക്കും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസ്. നമ്മൾ അവിടെ വ്യൂ പോയിന്റ് കണ്ടേ. അത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ
നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ. വളരെ കോടൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആദ്യം ഭയങ്കര വിശപ്പ്, അപ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിയാലോ എന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയിട്ട് കോലാഹലമേട് എന്ന് പറഞ്ഞൊരു സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 7:30 ആകുമ്പോഴേക്കും ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നൈറ്റ് വിശന്ന് കഴിഞ്ഞാൽ സ്നാക്സ് ഉണ്ട്. ഇവിടെ 8:30 ഫുഡ്. ഇവിടുത്തെ ഫുഡിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വിശദമായി പറയാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സ്നാക്സ് ഒപ്പിക്കാം. അല്ലേ ടാപ്പിയൊക്കെ രസമായിരിക്കില്ലേ? അത് മതിയില്ലേ? കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു വന്ന് അപ്പോൾ അതേ അവർ ടെൻ്റൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി ആവുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ എന്തൊക്കെയോ പരിപാടിന്. ഇവിടുത്തെ ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എവിടെ കൂടാ ദേ പോകുമ്പോണോക്ക്. ഓ സൂപ്പർ. ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്താ അറിയോ, ഇവിടുന്ന് മോർണിംഗ് ഉള്ളൊരു വ്യൂ ഉണ്ട്. നമ്മളുടെ ടെൻറ്റ് ഇതേ ഇവിടെ വെച്ച് ചെയ്തിരിക്കണേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, മാരൊക്കെ ഇരിക്കും. വന്നപ്പോൾ കുറച്ച് കണ്ടില്ലായിരുന്നോ നീ? മോർണിംഗത്തെ ആ ഒരു സൺറൈസും കൂടെ കിട്ടുമ്പോൾ, സൺറൈസ് ആക്ച്വലി ആ സൈഡാണ് വരുന്നത്. എന്തായാലും അപ്പം ഉണ്ടാവുന്ന ആ ഒരു ഫീലും ഫോഗ് ഇവർ പറഞ്ഞത് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ വെതർ. അപ്പോൾ 5 സ്റ്റാർ ഡയറ്റാണ് ഇപ്പം എല്ലാം പോവും. അങ്ങനത്തെ സ്നാക്സൊക്കെ വാങ്ങിയിരിക്കുന്നത്. ഓക്കെ ആയോ ബ്രോ? ഓക്കെ. അടിപൊളി. ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ? ലൈറ്റ് ഉണ്ടോ? ലാമ്പ് വരാം. ഇങ്ങനെ ലാമ്പും കിട്ടി. ഹലോ. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ ട്രൈ ചെയ്യണം. ഇതൊന്നും കാണാതെ പോയി കഴിഞ്ഞാൽ ആരെ പുള്ളിക്കാരങ്ങ് ചോദിക്കും. ഷാരുവിൻ്റെ കലാസൃഷ്ടികൾ. എന്താ? ഓ മലയെല്ലാം താണ്ടി അപ്പൊ ഗുഡ് നൈറ്റ്. പാവം ചെക്കൻ നൈറ്റ് ഒറ്റയ്ക്ക്. ഇത് ഫോഗ് പോകുന്ന കാണാണ്ടോ? പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നെന്താ അറിയില്ല, വലിയ റഷില്ല. അതെന്തായാലും ലക്കായി. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ ഭയങ്കര തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അടിപൊളി. അതേ നമ്മളുടെ ടെൻറ്റിൻ്റെ ഉള്ളിലോട്ട് പോകാം. എടാ ഫ്രണ്ടിൽ ലൈറ്റ് ഇരിപ്പുണ്ടേ. അപ്പം ഞാൻ ഫസ്റ്റ് ഉള്ളിൽ കയറട്ടെ കേട്ടോ. അടിപൊളി അടിപൊളി ബെഡുണ്ട്. ഫസ്റ്റ് ടൈമാണ് എൻജോയ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ടെന്റിൽ കയറുന്നത്. ട്രയല് ചെയ്തു, പക്ഷെ ഇത്ര പെട്ടെന്ന് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. സ്ലീപ്പിംഗ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. ഇത്രയും പെട്ടെന്നൊന്നും സെറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഇവിടെ തൂക്കാളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ അങ്ങ് തൂക്കിയാൽ ഇതേ നമ്മളുടെ ടെൻറ്റിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ മൊത്തം ഫോഗ്. അങ്ങനെ ഇതേ ഫുഡിങ്ങിൻ്റെ ടൈമായി. നമ്മുടെ വിപിൻപ്രോ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാടാ? പിന്നെ ചപ്പാത്തി. നന്നായിട്ടുണ്ടാവും. ഇതെല്ലാം കൂട്ടി ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേറെ വൈബോട്ടോ. നമ്മുടെ മുന്നിലാണെങ്കിൽ കോട ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഓവറായി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ എത്തിട്ടോ. അടിപൊളി ഫുഡായിരുന്നു. എനിക്കിഷ്ടായില്ലേ? കുറച്ച് ഓവറായി. ഒന്നാമത് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് സ്നാക്സ് കാണിച്ചാ ഈ ഇത് കാണിക്കുമ്പോൾ അയ്യോ അത് പുറത്താ. കുറേ വാങ്ങിക്കുന്നുണ്ട്. എന്താ കപ്പ വറുത്തത്, ബിസ്ക്കറ്റ്, കേക്ക്, പിന്നെന്താ ചോക്ലേറ്റ്സ്, അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നിയില്ല അതൊന്നും കഴിക്കുന്നത്. അതൊന്നാമത് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ആകെ 2 മസാല ദോശ കഴിച്ചതാ. മീൻസ് ഒരു മസാല ദോശ അങ്ങനെ 2 കഴിച്ച് അതിൽ എത്ര നേരം നിന്നിരുന്നത്. അപ്പോൾ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വിശപ്പിൽ പോയിട്ട് എന്തൊക്കെയോ അരി വലിച്ചെടുത്തു.
എന്നാലും ഇവിടുന്ന് കിടിലും ഫുഡൊക്കെ അടിച്ച് ഇപ്പം ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റിലാക്സ് ചെയ്യുക. എവിടെയാണ് എന്താണ് ഈ സ്റ്റേനെ കുറിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിടാം. അപ്പോൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. എത്ര പ്രൈസ് കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാം. അപ്പം എന്നാൽ ഇപ്പോൾ ഗുഡ് നൈറ്റ്. Tata. ടാറ്റാ. Good night. Sweet dreams.